ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്ങിലെ മെത്തേഡ്സ് ആൻഡ് അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് എടുക്കുന്നത്. ഇതിന് മുമ്പിലത്തെ ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതായത് ഹ്യൂമൻ റിസോഴ്സസിൻ്റെ വാല്യൂ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം, അതാണ് നമ്മൾ മെത്തേഡ്സ് അഥവാ അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്ങിൽ പറയുന്നത്. വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു രണ്ട് ബേസിക് ആയിട്ടുള്ള മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് കോസ്റ്റ് ബേസ്ഡ് മെത്തേഡും രണ്ട് ഇക്കണോമിക് വാല്യൂ ബേസ്ഡ് മെത്തേഡുമാണ്. അല്ല, ഇക്കണോമിക് മെത്തേഡാണ്, വാല്യൂ ബേസ്ഡ് അപ്രോച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത്. കോസ്റ്റ് ബേസ്ഡ് അപ്രോച്ച് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ട്, അത് കാണാം. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോയും മുഴുവൻ കാണാം. ഓക്കെ, അപ്പോൾ മെത്തേഡ്സ് ഓഫ് അല്ലെങ്കിൽ അപ്രോച്ചസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ചോദിച്ചാൽ ഇത് മുഴുവൻ നമ്മൾ എഴുതണം, എക്സാമിന് ചോദിച്ചാൽ കേട്ടോ. അപ്പോൾ അതിൽ 6th പോയിന്റ് ആണ് നമ്മൾ പറയുന്നത്. ഇക്കണോമിക് വാല്യൂ മെത്തേഡ് അഥവാ പ്രസന്റ് വാല്യൂ മെത്തേഡാണ് നമ്മളോട് പറയുന്നത്. അതിൽ 4-5 മോഡലുകൾ പറയുന്നുണ്ട്. അത് ഓരോന്നും നമ്മൾ പഠിക്കാം. ആദ്യത്തെ മോഡൽ പറയുന്നത് എന്താണ്? ഫസ്റ്റ് മോഡലായിട്ട് നമുക്ക് തുടങ്ങുന്നത് ഹെർമിൻസൺസ് മോഡലാണ്. ഫസ്റ്റ് മോഡൽ നമ്മൾ പറയുന്നത് ഹെർമിൻസൺസ് മോഡൽ. അതായത് ഹെർമിൻസൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിനെ ഹെർമിൻസൺസ് മോഡൽ എന്ന് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. അവരുടെ ബുക്കിലാണ് എന്താണ് അക്കൗണ്ടിങ് ഫോർ ഹ്യൂമൻ അസറ്റ് എന്ന് പറഞ്ഞിട്ട് 1964 അങ്ങോര് എഴുതിയ ബുക്കിലാണ് എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടതെന്ന് അങ്ങോര് പറഞ്ഞിരിക്കുന്നത്. ആ മോഡലിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് മോഡൽ ദ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ വേജസ് ആൻഡ് സാലറി of employees is estimated for 5 years with the help of discounting rate. കണ്ടോ, നമ്മൾ ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കുന്നു? ഡിസ്കൗണ്ടിങ് റേറ്റ് ഉപയോഗിച്ച് എന്താണ് നമ്മൾ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ വേജസ് ആൻഡ് സാലറീസ് ഓഫ് എംപ്ലോയീസ് കണ്ടുപിടിക്കുന്നു. അതായത് നമ്മുടെ എംപ്ലോയീസിന്റെ അടുത്ത കുറച്ച് വർഷം, ഇവിടെ വർഷം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 5 ഇയേഴ്സിലേക്കുള്ള സാലറീസിന്റെ പ്രസന്റ് വാല്യൂ. എങ്ങനെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കും? ഡിസ്കൗണ്ടിങ് ഫാക്ടർ ഉപയോഗിച്ച്. നമുക്കറിയാലോ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ. പ്രസന്റ് വാല്യൂ കഴിഞ്ഞ എന്താണ് കൊല്ലങ്ങളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. PV ഫാക്ടർ ഉപയോഗിച്ച് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ഹ്യൂമൻ എംപ്ലോയീസിന്റെ വേജസും സാലറീസും എത്രയാച്ചെങ്കിൽ അത് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച വേജസ് ആൻഡ് സാലറീസിനെ ഇന്നത്തെ വിലയിലേക്ക് മാറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ വേജസ് ആൻഡ് സാലറീസ് എന്ന് പറയാം. ഇന്നത്തെ വിലയിലേക്ക് മാറ്റുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന റേറ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്കൗണ്ട് റേറ്റ്. ഓക്കെ, ആ ഡിസ്കൗണ്ട് റേറ്റിലേക്ക് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിങ്സ് ആൻഡ് സാലറീസ് ഓഫ് എംപ്ലോയീസ് കണ്ടുപിടിക്കുന്നു. എത്ര കൊല്ലത്തേക്ക്? 5 ഇയേഴ്സിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ വാല്യൂവിനെ നമ്മൾ ആദ്യം മൾട്ടിപ്ലൈഡ് ബൈ ആവറേജ് എഫിഷ്യൻസി റേഷ്യോ. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു? ആവറേജ് എഫിഷ്യൻസി റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ വാല്യൂ ഓഫ് ഹ്യൂമൻ അസറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുകയെന്ന് മനസ്സിലായല്ലോ. നമ്മൾ അടുത്ത 5 വർഷത്തേക്കുള്ള എംപ്ലോയിയുടെ സാലറീസ് അല്ലെങ്കിൽ വേജസ് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ പ്രസന്റ് വാല്യൂയിലേക്ക് മാറ്റുന്നു. ഓക്കെ, അതിനുശേഷം അതിനെ എന്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു? ആവറേജ് എഫിഷ്യൻസി റേഷ്യോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്നിട്ട് കിട്ടുന്ന ആൻസറിനെ നമ്മൾ പറയുന്ന പേരാണ് വാല്യൂ ഓഫ് ഹ്യൂമൻ അസറ്റ്. ക്ലിയർ ആയോ? ഇനി അടുത്തത് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിംഗ് മോഡലാണ്. നെക്സ്റ്റ് മോഡൽ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് മോഡൽ ഒന്ന് നോക്കിയാലോ. പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിംഗ് മോഡൽ എന്നാണ് സെക്കൻഡ് മോഡലിനെ പറയുന്നത്. ബി പോയിന്റ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിംഗ് മോഡൽ എന്ന് പറയുന്ന മോഡല് 1971 ലീവ് ആൻഡ് ഷുവേർഡ് എന്ന് പറഞ്ഞ 2 വ്യക്തികൾ ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മോഡലിൽ എന്താ പറയണതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഈ മോഡലിൽ എന്താണ്? The future earnings of employee till retirement are estimated. മനസ്സിലായോ? അപ്പോൾ അണ്ടർ ദിസ് മോഡൽ ദ ഫ്യൂച്ചർ ഏർണിംഗ്സ് ഓഫ് എംപ്ലോയി എത്ര കാലത്തേക്കുള്ളത്? ടിൽ റിട്ടയർമെന്റ് ആർ എസ്റ്റിമേറ്റഡ് ആൻഡ് ഡിസ്കൗണ്ടഡ് അറ്റ് ദ റേറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ നമ്മൾ റിട്ടയർമെന്റ് വരെയുള്ള അവരുടെ ഏർണിങ്സ് മുഴുവൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ
ഡിസ്കൗണ്ട് ചെയ്യുന്നു. എന്തിനാണ് ഡിസ്കൗണ്ട് ചെയ്യുന്നത്? പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഡിസ്കൗണ്ട് ചെയ്യുന്നു. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന റേറ്റ് ഏതായിരിക്കണം എന്ന് പറയുന്നുണ്ട്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അപ്പോൾ പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിങ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ എംപ്ലോയീസിന്റെയും റിട്ടയർമെന്റ് വരെയുള്ള ഫ്യൂച്ചർ ഏർണിങ്സ് കണ്ടുപിടിച്ച് അതിനെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ഡിസ്കൗണ്ട് ഫാക്ടർ ഉപയോഗിച്ച് നമ്മൾ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അത് പറയാൻ എളുപ്പമാണെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ പണിയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേബർ ഫോഴ്സിനെ അവർ സബ് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, സർട്ടൺ ഗ്രൂപ്പ്സുകളായിട്ട്, അതായത് സച്ച് ആസ് സ്കിൽഡ് ഗ്രൂപ്പ്സ്, അൺസ്കിൽഡ് ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ സെമി സ്കിൽഡ് ഗ്രൂപ്പ്സ്, ടെക്നിക്കൽ ഗ്രൂപ്പ്സ്, അങ്ങനെ പറഞ്ഞിട്ട് മാനേജീരിയൽ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിഫറെന്റ് ഗ്രൂപ്പുകളായിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്നു. അതും അങ്ങനെ മാത്രമല്ല, അതിൽ ഇൻ അക്കോർഡൻസ് വിത്ത് എങ്ങനെയാണ് ഗ്രൂപ്പുകൾ വരണമെന്ന് നോക്കിയാൽ ഇൻ അക്കോർഡൻസ് വിത്ത് ഡിഫറെന്റ് ക്ലാസ്സസ് ആൻഡ് ഏജ് ഗ്രൂപ്പ്സ് കണ്ടു. അപ്പോൾ അതും കൂടി ഡിഫറെന്റ് ക്ലാസ്സസ് ആൻഡ് ഏജ് ഗ്രൂപ്പ്സിനെ ബേസ് ചെയ്തിട്ട് സ്കിൽഡ്, സെമി സ്കിൽഡ്, അൺസ്കിൽഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ ഗ്രൂപ്പിന്റെയും ആവറേജ് ഏർണിംഗ് സ്ട്രീം, ഓക്കെ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ഓരോ ഗ്രൂപ്പിന്റെയും എന്താണ് ആവറേജ് ഏർണിംഗ് സ്ട്രീം ഫോർ ഡിഫറെന്റ് ക്ലാസ്സസ് അഥവാ ഗ്രൂപ്പ്സ് ആർ പ്രിപ്പയർഡ് ഫോർ ഈച്ച് ഗ്രൂപ്പ് സെപ്പറേറ്റ്ലി കണ്ടു. അപ്പോൾ ഓരോ ഗ്രൂപ്പിന്റെയും സെപ്പറേറ്റ്ലി ആവറേജ് ഏർണിംഗ് സ്ട്രീം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനെ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അതായത് പ്രസന്റ് വാല്യൂ ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്രസന്റ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ ഓരോ ഗ്രൂപ്പിന്റെയും പ്രസന്റ് വാല്യൂ ഓഫ് ക്യാപിറ്റൽ എംപ്ലോയിഡ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അതെല്ലാം ആഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ദ അഗ്രിഗേറ്റ് പ്രസന്റ് വാല്യൂ ഈസ് റെപ്രസെന്റ്സ് ദ ക്യാപിറ്റലൈസ്ഡ് ഫ്യൂച്ചർ ഏർണിംഗ്സ് ഓഫ് ദ ഫേം ആസ് എ ഹോൾ കണ്ടു. അങ്ങനെ നമ്മൾ മൊത്തം അഗ്രിഗേറ്റ് ചെയ്ത പ്രസന്റ് വാല്യൂ അത് മൊത്തം കിട്ടിക്കഴിഞ്ഞാൽ ആ കിട്ടുന്ന ആൻസറിനെ നമ്മൾ പറയുന്ന പേരാണ് എന്താണ് ഫ്യൂച്ചർ ഏർണിംഗ്സ് ഓഫ് ദ ഫേം ആസ് എ ഹോൾ. മനസ്സിലാവുന്നുണ്ട്? അപ്പം നമ്മുടെ ഫേമിന്റെ മൊത്തം എന്താണ് ഫ്യൂച്ചർ ഏർണിംഗ്സ് ക്യാപിറ്റലൈസ്ഡ് ഫോം ഓഫ്, അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സസിന്റെ വാല്യൂ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ എന്താണ് കുറച്ച് സ്റ്റെപ്പ് കൂടുതലുള്ള ഒരു പ്രോസസ്സാണ് ഇത്. അതുപോലെ തന്നെ ടിൽ ദ എൻഡ് ഓഫ് റിട്ടയർമെന്റ് പീരീഡ് വരെ നമ്മൾ അതിന്റെ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓരോ ഗ്രൂപ്പിന്റെയും ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ഗ്രൂപ്പുകളെ നമ്മൾ തരംതിരിച്ചിട്ട് വേണം കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ ഇത്രയും പറഞ്ഞത്? ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, ഫ്ലെയിം ഹോട്ട്സ് റിവാർഡ് വാലുവേഷൻ മോഡലാണ് തേർഡ് മോഡൽ പറയുന്നത്. അപ്പോൾ 1971 ഈ മോഡല് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ മോഡലിൽ ഫ്ലെയിം ഹോട്ട്സ് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ഒരു ഇൻഡിവിജ്വലിന്റെ വാല്യൂ അക്കോർഡിംഗ് ടു ഫ്ലെയിം ഹോട്ട്സ് ആൻ ഇൻഡിവിജ്വൽസ് വാല്യൂ ടു ആൻ ഓർഗനൈസേഷൻ ക്യാൻ ബി മെഷേർഡ് ബൈ അപ്ലൈയിങ് പേഴ്സണൽ വാലുവേഷൻ മെത്തേഡ്സ് ലൈക്ക് റാങ്കിങ് കണ്ടോ. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ വാല്യൂ എത്രയുണ്ട് നമ്മുടെ ഓർഗനൈസേഷനിൽ എന്നുള്ളത് നമുക്ക് എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. റാങ്കിങ് മെത്തേഡ്, പേഴ്സണൽ വാലുവേഷൻ മോഡൽസ് ആയ റാങ്കിങ് മെത്തേഡ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഓരോ ഇൻഡിവിജ്വലിന്റെയും വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതിനുവേണ്ടി അങ്ങോരുടെ മോഡലിൽ ഒരു 5 സ്റ്റെപ്പ് മോഡലാണ് അങ്ങോര് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 5 സ്റ്റെപ്പ് ആയിട്ടാണ് അങ്ങോര് വാല്യുവേഷൻ നടത്തുന്നത്. എന്തൊക്കെയാണ് ആ സ്റ്റെപ്പ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന്, ഫോർകാസ്റ്റിംഗ് ദ പീരീഡ് will remain in the organization. Forecasting the period will remain in the organization. That is, എന്താണ് സർവീസ് ലൈഫ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആരുടെ? എംപ്ലോയിയുടെ സർവീസ് ലൈഫ് എത്ര കാലം ഈ ഓർഗനൈസേഷനിൽ അയാൾ ഇനി ഉണ്ടാവും എന്ന് ഫോർകാസ്റ്റ് ചെയ്യുന്നു. മനസ്സിലായോ ആദ്യത്തെ സ്റ്റെപ്പ്? രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഐഡന്റിഫൈങ് ദ സർവീസ് സ്റ്റേറ്റ്സ്, അതായത് ഈ ഇത്രയും കാലയളവിൽ അയാൾ ഏതൊക്കെ പൊസിഷൻ വഹിക്കും. മനസ്സിലാവുണ്ടോ? ചിലപ്പോൾ 10 വർഷത്തെ കാലാവധിയിലുള്ള ആളാണെങ്കിൽ അടുത്ത 2 വർഷം കഴിഞ്ഞ് ഒരു പ്രൊമോഷൻ കിട്ടും. അപ്പോൾ അയാളുടെ സർവീസ് സ്റ്റേറ്റ്സിൽ വ്യത്യാസം വരും, അതായത് റോളിൽ വ്യത്യാസം വരും. അടുത്ത 2 വർഷം കഴിഞ്ഞ് ആദ്യ പ്രൊമോഷൻ കിട്ടും. അപ്പോഴും അയാളുടെ റോളിൽ എന്ത് വരും? വ്യത്യാസം വരും. അയാളുടെ സാലറിയിലും വാല്യൂയിലും ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് നമ്മൾ എത്ര വ്യത്യാസങ്ങൾ വരാം, എത്ര റോളുകൾ അയാൾ ഈ സർവീസ് ലൈഫിന്റെ ഇടയിൽ യൂസ് ചെയ്യണം എന്ന്, അല്ലെങ്കിൽ യൂസ് ചെയ്യും എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ എസ്റ്റിമേറ്റിംഗ് ദ വാല്യൂ
derived by the organization when a person occupy a particular position for a specified time period. അടുത്ത പരിപാടി നമുക്ക് ഓരോ സ്പെസിഫൈഡ് ടൈം പീരീഡിൽ, അതായത് അടുത്ത 2 കൊല്ലം ഇന്ന പോസ്റ്റിലാണ് അയാൾ ഇരിക്കണമെങ്കിൽ അയാളുടെ വാല്യൂ എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ ഓരോ പൊസിഷനിൽ ഇരിക്കുമ്പോഴും അയാളുടെ വാല്യൂ എത്രയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. മനസ്സിലായോ? ഇനി 4th സ്റ്റെപ്പില് എസ്റ്റിമേഷൻ ഓഫ് ദ പ്രോബിലിറ്റി ഓഫ് ഓക്യുപ്പയിങ് ഈച്ച് പോസിബിൾ മ്യൂച്വലി എക്സ്ക്ലൂസീവ് സ്റ്റേറ്റ് അറ്റ് സ്പെസിഫൈഡ് ഫ്യൂച്ചർ ടൈം. ഓക്കെ, ഇനി ചിലപ്പോൾ നമ്മൾ ഈ കണ്ടുപിടിച്ച അടുത്ത ഈ 10 കൊല്ലം അല്ലെങ്കിൽ എത്രയാണോ സർവീസ് ലൈഫ് ഉള്ളത് അത്രയും കൊല്ലം നമ്മൾ റോളുകൾ അഥവാ ഡിഫറെന്റ് പൊസിഷനിൽ അയാൾ ഇരുന്ന് ജോലി ചെയ്യുന്ന ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ ചില പൊസിഷൻസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവും. ഒരെണ്ണം കിട്ടിയാൽ പിന്നെ ആ സർവീസ് ലൈഫിൽ മറ്റേത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള റോളുകളാണെങ്കിൽ അതിൽ ഏത് കിട്ടാനാണ് അയാൾക്ക് ചാൻസ് എന്നുള്ള പ്രോബബിലിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. കാരണം എല്ലാ പൊസിഷനിലും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാൾ ഓക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവില്ല. ഒരെണ്ണത്തിൽ കയറിയാൽ മറ്റേതിൽ അയാൾ കയറിയെന്ന് വരില്ല ഒരു സ്റ്റേജിൽ. അപ്പോൾ ഏതാണ് അതിൽ വരിക, അതിന്റെ പ്രോബബിലിറ്റി എത്രയാ, അതും കൂടി കണ്ടുപിടിച്ചാലാണ് കൃത്യമായിട്ടുള്ള നമുക്ക് ഓരോ സ്റ്റേജിലെയും ഓരോ റോളിലെയും അയാളുടെ വാല്യൂ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ പ്രോബബിലിറ്റി നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു 4ാമത്തെ സ്റ്റെപ്പില്. 5ാമത്തെ സ്റ്റെപ്പില് ഡിസ്കൗണ്ടിങ് ദ വാല്യൂ അറ്റ് എ പ്രീ ഡിറ്റർമിൻഡ് റേറ്റ്. അങ്ങനെ ഓരോ സ്റ്റെപ്പിലും കണ്ടുപിടിച്ച നമ്മുടെ പൊസിഷനിലെ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണു, പ്രീ ഡിറ്റർമിൻഡ് റേറ്റ് കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യണം. എന്നിട്ട് അതിന്റെ പ്രസന്റ് വാല്യൂ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്ത് പ്രസന്റ് വാല്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യണു, ആ ഇതിലൂടെ കണ്ടുപിടിക്കണം. ഇത്രയും സ്റ്റെപ്പിലൂടെയാണ് ഹ്യൂമൻ റിസോഴ്സസിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത് എന്നാണ് ഫ്ലെയിം ഹോട്സ് പറയുന്നത്. മനസ്സിലായോ? അങ്ങോട്ട് 3ാമത്തെ ആണ് അങ്ങോരുടെ സ്റ്റെപ്പ് മോഡൽ വരുന്നത്. ഇനി 4ാമത്തെ മോഡലിലേക്ക് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് 4ാമത്തെ മോഡൽ നോക്കാം. സെർട്ടനിറ്റി ഈക്വലന്റ് നെറ്റ് ബെനിഫിറ്റ് മോഡലാണ് 4th വൺ. ഓക്കെ, 1976 ഈ മോഡൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ മോഡലിൽ എങ്ങനെയാണ് വാല്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് കണ്ടുപിടിക്കണേന്ന് നമുക്ക് നോക്കണം. അപ്പോൾ ഈ മോഡൽ ഡെവലപ്പ് ചെയ്തത് പെക്കിൻ ഒഗൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് 1976 കേട്ടോ. ഈ മോഡലിൽ നമ്മൾ ദ വാല്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ സെർട്ടനിറ്റി വിത്ത് വിച്ച് ദ നെറ്റ് ബെനിഫിറ്റ്സ് ഇൻ ഫ്യൂച്ചർ വിൽ അക്രൂ ടു ദ എന്റർപ്രൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ മെത്തേഡിൽ നമ്മൾ സെർട്ടനിറ്റി ഫാക്ടറാണ് കൺസിഡർ ചെയ്യുന്നത്. നെറ്റ് ബെനിഫിറ്റ്, സെർട്ടൺ നെറ്റ് ബെനിഫിറ്റ് എത്രയാണ് എന്ന് കണ്ടുപിടിക്കുക. എന്ത് ഈ സെർട്ടൺ നെറ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വസ്തു കിട്ടാൻ ഒരു പർട്ടിക്കുലർ ബെനിഫിറ്റ് കിട്ടുന്നത് 100% എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ടെങ്കിലും ചിലപ്പോൾ റിയൽ 100% കിട്ടിയെന്ന് വരില്ല. എന്നാൽ ഉറപ്പായിട്ടും ഇത്രയെങ്കിലും കിട്ടുമെന്ന് നമുക്കൊരു നിശ്ചയം ഉണ്ടാവും. ആ ഉറപ്പായിട്ടും കിട്ടുമെന്നുള്ള ആ പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് സെർട്ടൺ പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമ്മൾ അപ്പോൾ ഭാവിയിൽ 100 രൂപയ്ക്ക് ലാഭം കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ 100 രൂപയിൽ നമ്മൾ 80 രൂപ, എത്ര ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വന്നാലും എനിക്ക് 80 രൂപ ഉറപ്പായിട്ടും കിട്ടും എന്ന് പറയുന്നതിനെയാണ് സെർട്ടനിറ്റി ഫാക്ടർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ സെർട്ടനിറ്റി ഫാക്ടർ നോക്കിയിട്ട് വേണം നെറ്റ് ബെനിഫിറ്റിനെ സെർട്ടനിറ്റി ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണം ഹ്യൂമൻ റിസോഴ്സസിനെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്നാണ് ഈ മോഡലിൽ നമ്മളോട് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സ് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ് സ്റ്റെപ്പ് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഡിറ്റർമിൻ ദ നെറ്റ് ബെനിഫിറ്റ് ഫ്രം ഈച്ച് ജോബ്. ഓരോ ജോബിന്റെയും നെറ്റ് ബെനിഫിറ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ഫൈൻഡ് ഔട്ട് ചെയ്തിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നെറ്റ് ബെനിഫിറ്റ് കണ്ടുപിടിക്കുക, അതാണ് ഇനി നമ്മൾ പറയാൻ പോണേ. നെറ്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ എംപ്ലോയീസും ഇൻഡിവിജ്വലായിട്ടും കളക്റ്റീവിലായിട്ടും നമ്മുടെ ഓർഗനൈസേഷന് എന്തൊക്കെ സർവീസാണ് ഫ്യൂച്ചറിൽ ചെയ്തു തരിക എന്ന് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു. വാല്യൂ ഓഫ് സർവീസ്. ഓക്കെ, നമ്മുടെ എംപ്ലോയി ഇൻഡിവിജ്വലായിട്ടും കളക്റ്റീവ്ലി ആയിട്ടും ഓർഗനൈസേഷന് എത്ര ചെയ്തു തരും എന്ന് നമ്മൾ ആദ്യം ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി 2ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലി ആയിട്ട് എംപ്ലോയീസിന് എന്തൊക്കെ പേയ്മെന്റ്സുകൾ കൊടുക്കുന്നുണ്ട് അതിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എംപ്ലോയീസ് ഇങ്ങോട്ട് തരുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സർവീസസുകൾ ഇൻഡിവിജ്വലിയും കളക്റ്റീവ്ലി ആയിട്ട് തരുന്ന സർവീസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ദെൻ അതിന് പകരമായി ഓർഗനൈസേഷൻ എംപ്ലോയീസിന് കൊടുക്കുന്ന ഡയറക്ട്ലിയോ ഇൻഡയറക്ട്ലിയോ ഫ്യൂച്ചറിൽ കൊടുക്കുന്ന പേയ്മെന്റ്സുകളുടെ വാല്യൂ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം.
ഈ രണ്ട് വാല്യൂവും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുക. എത്രയാണോ ഡിഫറൻസ് അതിനെ നമ്മൾ പറയുന്ന പേരാണ് നെറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആ നെറ്റ് ബെനിഫിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കവർ ചെയ്തു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക നോക്കണം. സർട്ടനിറ്റി ഫാക്ടർ അറ്റ് വിച്ച് ദ ബെനിഫിറ്റ്സ് വിൽ ബി അവൈലബിൾ ഇൻ ഫ്യൂച്ചർ. ഓക്കെ, അതായത് നേരത്തെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞില്ലേ 100-ൽ 80 എന്തായാലും കിട്ടും എന്ന്, നമുക്ക് എന്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും 80 കിട്ടും എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ 0.8 ആണ് സർട്ടനിറ്റി ഫാക്ടർ. മനസ്സിലായോ? 100-ൽ 80, 80/100 0.8 ആണ് നമ്മുടെ സർട്ടനിറ്റി ഫാക്ടർ. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെ സർട്ടനിറ്റി ഫാക്ടർ നമ്മൾ എത്രയാണ് ഫ്യൂച്ചറിൽ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് സെക്കൻഡ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നത്. തേർഡ് സ്റ്റെപ്പിൽ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ ആൻസറിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നെറ്റ് ബെനിഫിറ്റ് ഇൻറ്റു സർട്ടനിറ്റി ഫാക്ടർ നമ്മൾ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് സർട്ടനിറ്റി ഈക്വലന്റ് ബെനിഫിറ്റ് എത്രയാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ആ വാല്യൂവിനെ നമ്മൾ പറയുന്ന പേരാണ് വാല്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ദ എന്റർപ്രൈസ്. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ഫോർത്ത് സ്റ്റെപ്പിൽ വാല്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ മോഡൽ നമുക്ക് നോക്കിയാലോ. ഇനി നമുക്ക് ചക്രവർത്തി മോഡൽ 1976 പോയിന്റാണ് പറയാനുള്ളത്. ഫിഫ്ത്ത് പോയിന്റാണ് ഇക്കണോമിക് മോഡലിൽ അഥവാ പ്രസന്റ് വാല്യൂ മോഡലിൽ ഫിഫ്ത്ത് മോഡലാണ് ചക്രവർത്തി മോഡൽ. ഈ ചക്രവർത്തി മോഡലിൽ അവർ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താ വെച്ചെങ്കിൽ കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ബൈ ഡിവൈഡിങ് ദ എംപ്ലോയീസ് ഇൻറ്റു 2 ഗ്രൂപ്പ്സ്. കണ്ടോ, നമ്മുടെ എംപ്ലോയീസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? മാനേജീരിയൽ എംപ്ലോയീസ് എന്നും നോൺ മാനേജീരിയൽ എംപ്ലോയീസ് എന്നും രണ്ടായിട്ട് നമ്മുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ തരംതിരിക്കണം. ആൻഡ് ദെൻ മൾട്ടിപ്ലൈയിങ് ദ ആവറേജ് ടേണർ ഓഫ് ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് വിത്ത് ആവറേജ് സാലറി ഓഫ് ദം. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിൻ്റെയും ആവറേജ് ഡ്യൂറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ്, അതാണ് ടെനർ ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഡ്യൂറേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റും അതിൻ്റെ ആവറേജ് സാലറിയും ആ ഡ്യൂറേഷനിലുള്ള അവരുടെ ആവറേജ് സാലറി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മനസ്സിലായോ? അപ്പോൾ ആവറേജ് സാലറി ഇൻറ്റു ആവറേജ് പീരീഡ് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നു. ആ കിട്ടുന്ന വാല്യൂവിനെ ദെൻ ദ വാല്യൂ ദസ് ഒബ്റ്റൈൻഡ് ഈസ് ഡിസ്കൗണ്ടഡ് അറ്റ് ദ എക്സ്പെക്റ്റഡ് ആവറേജ് ആഫ്റ്റർ ടാക്സ് ROI. എന്നിട്ട് ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ നമ്മൾ പ്രസന്റ് വാല്യൂവിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഡിസ്കൗണ്ട് ചെയ്യണം. ഏത് റേറ്റാണ് നമ്മൾ എടുക്കുന്നത് ഡിസ്കൗണ്ട് ചെയ്യാൻ? എന്താണ്? ആവറേജ് ആഫ്റ്റർ ടാക്സ് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഓവർ ദ ആവറേജ് പീരീഡ്. അതായത് ആ അത്രയും കാലം അവർ ജോലി ചെയ്യുന്ന അത്രയും കാലത്തെ പീരീഡിലെ ആവറേജ് ആഫ്റ്റർ ടാക്സ് ROI ആണ് നമ്മളവിടെ ഡിസ്കൗണ്ട് ഫാക്ടറായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രസന്റ് വാല്യൂയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് കിട്ടുന്ന ആൻസറാണ് വാല്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് എന്നാണ് ചക്രവർത്തി പറയുന്നത്. അപ്പം അവരുടെ ഇത് മനസ്സിലായല്ലോ, അങ്ങനെ എങ്ങനെയാണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെന്ന് മനസ്സിലായല്ലോ. ഇനി ലാസ്റ്റ് വണ്ണാണ് ദാസ് ഗുപ്താസ് മോഡൽ. 1978 ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡലാണ് ദാസ് ഗുപ്ത മോഡൽ എന്ന് പറയുന്നത്. ഈ മോഡലിൽ എന്താണ്? ടോട്ടൽ കോസ്റ്റ് കൺസെപ്റ്റാണ് ഇതിൽ പറയണത്. ഇതിൽ എന്താണ് ഈ കൺസെപ്റ്റിൽ പറയണതെന്ന് പറയാം. അണ്ടർ ദിസ് മോഡൽ ദ ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ ഇൻഡിവിജ്വൽ അപ് ടു ദാറ്റ് പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ ഷുഡ് ബി ടേക്കൺ ആസ് ദ വാല്യൂ ഓഫ് a person which is further adjusted by his intelligence level. അപ്പോൾ ഇതുവരെയുള്ള കാലയളവിൽ അയാളുടെ വാല്യൂ ആണ് അപ് ടു ദിസ് പൊസിഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പൊസിഷനിൽ ഇൻകർ ചെയ്ത ടോട്ടൽ കോസ്റ്റ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ബൈ ദ ഇൻഡിവിജ്വൽ അപ് ടു ദാറ്റ് പൊസിഷൻ ഇൻ ദ ഓർഗനൈസേഷൻ. എപ്പോൾ ഏത് പൊസിഷനിലാണോ എത്തിയ അതുവരെയുള്ള കോസ്റ്റാണ്, ടോട്ടൽ കോസ്റ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ടോ ആ കോസ്റ്റ് കണ്ടുപിടിച്ചിട്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യണം ബൈ ഹിസ് ഇൻ്റലിജൻസ് ലെവൽ കൊണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ദ വാല്യൂ ദസ് കാൽക്കുലേറ്റഡ് ഈസ് റിവൈസ്ഡ് ടൈം ടു ടൈം. അങ്ങനെ കിട്ടുന്ന ഒരു ആൻസർ നമ്മൾ ടൈം ടു ടൈമിൽ എന്താണ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും ഓൺ ദ ബേസിസ് ഓഫ് ഏജ്, പെർഫോമൻസ് എക്സെട്ര. അപ്പോൾ ഒരു ഹ്യൂമൻ വാല്യൂ ഒരു കൊല്ലം കിട്ടിക്കഴിഞ്ഞാൽ അതന്നെ എല്ലാ കൊല്ലം നമ്മൾ എടുത്ത് എഴുതണില്ല. ഓരോ ടൈമിലും അതിൻ്റെ ഏജിൽ വ്യത്യാസം വരുമ്പോൾ, പെർഫോമൻസിൽ വ്യത്യാസം വരുമ്പോൾ അതിനനുസരിച്ച് ആ കിട്ടുന്ന വാല്യൂ റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ മെത്തേഡിനെയാണ് ദാസ് ഗുപ്താസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മോഡൽസ് ആണ് നമുക്ക് ഇക്കണോമിക് അഥവാ പ്രസന്റ് വാല്യൂ മോഡലിന് പഠിക്കാനുള്ളത്. 6 കേട്ടോ. അപ്പോൾ ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു.
വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത് കേട്ടോ. ഓക്കെ, താങ്ക് യു.